Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ച ഒരു കാര്യമാണ്. എങ്ങനെയാണ് ക്ലിനിക്കിൽ ലൈസൻസ് എടുത്തത്, എങ്ങനെയാണ് ഒരു ഹോമിയോ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്തത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സും കുറേ ഹോമിയോപ്പത്സ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഹായ്, ഐ എം ഡോക്ടർ സഫ ഷാജഹാൻ BHMS. ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 months ആണ് ആവുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ എസ്പെഷ്യലി ട്രിവാൻഡ്രം എങ്ങനെയാണ് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത്യാവശ്യം അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊസീജിയേഴ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലോട്ട് പോവാം. എന്താണ് BHMS ഡിഗ്രി? ഹോമിയോപ്പത്തിക് ഡിഗ്രിയാണ്. ബാച്ചിലർ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ആൻഡ് സർജറി എന്നാണ് നമ്മുടെ ഡിഗ്രിയുടെ ഫുൾ ഫോം. അപ്പോൾ ഇത് നമ്മൾ ഒരു 5.5 വർഷത്തെ കോഴ്സാണ്. 4.5 വർഷത്തെ ക്ലാസ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ TCMC രജിസ്ട്രേഷൻ ബാക്കി എല്ലാ മെഡിക്കൽ ഡിഗ്രീസിനും കിട്ടുന്നത് പോലെ നമുക്ക് TCMC രജിസ്ട്രേഷൻ കിട്ടും. എല്ലാ മെഡിക്കൽ ഡിഗ്രീസിനെയും പോലെ നമുക്കും TCMC രജിസ്ട്രേഷൻ കിട്ടി ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ക്ലിനിക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും വിത്ത് ലൈസൻസ്. അപ്പോൾ ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് നമ്മൾ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത്. അതെ, ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യുക? ഒരു ക്ലിനിക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നോക്കേണ്ടത് മെയിൻ ഒരു ലൊക്കേഷനാണ്. കുറച്ച് ആൾക്കാർ ഗ്യാദർ ആവുന്ന ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ്റെ ഏരിയ, കുറച്ച് ആൾക്കാർ കൂടുന്ന ഒരു സ്പേസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്ന അപ്സ്റ്റേഴ്സ് ആണ്. കാരണം എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ ഈ ഒരു പ്ലേസ് ആണ് കിട്ടിയത്. പക്ഷെ നിങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ചൂസ് ചെയ്യുക. ഇല്ലെങ്കിലും മാത്രം നിങ്ങൾ അപ്സ്റ്റേഴ്സ് ഒക്കെ നോക്കിയാൽ മതി. മാക്സിമം ഗ്രൗണ്ട് തന്നെ നോക്കുക. അപ്സ്റ്റേഴ്സ് ചൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല. കാരണം പേഷ്യൻസ് ആവശ്യമുള്ളവർ എന്തായാലും വരുന്നുണ്ട്. കുറച്ച് പ്രായമായ പേഷ്യൻസ് ആണെങ്കിൽ പോലും അവർ കയറുന്നുണ്ട്. വേറെ ഇഷ്യൂസൊന്നുമില്ല. എന്നാലും മാക്സിമം കുറച്ചും കൂടി ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിലി അപ്രോച്ചബിൾ ആവുമെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, പ്രോപ്പറായിട്ട് ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക. ഇനി ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റെൻ്റലാണ്, നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ റെൻ്റലാണെങ്കിൽ ആ റെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ? അതായത് നമ്മളൊരു ബിഗിനറാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം നമുക്ക് എടുക്കും നമ്മുടെ കരിയർ ഒന്ന് സെറ്റ് ആവാനും അതുപോലെ നമ്മളെ പ്രാക്ടീസ് ഒന്ന് സെറ്റ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ റെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമുള്ള ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാതെ കിട്ടുന്ന സാലറി ഫുള്ള് നമുക്ക് റെൻറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആലോചിച്ച് നല്ലൊരു പ്ലേസ് ഡിസൈഡ് ചെയ്യാം. പിന്നെ നമ്മൾ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്താൽ പിന്നെ നോക്കേണ്ടത് ലൈസൻസിനുള്ള മെയിൻ പ്രൊസീജിയറാണ്. DMOനെ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യുക. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറിൻ്റെ സാക്ഷ്യപത്രം വേണം. ഞാൻ ട്രിവാൻഡ്രത്താണ് ക്ലിനിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, നമ്മുടെ DMO ഓഫീസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഫോർട്ടിലെ പട്ടംതാണുപിള്ള ഹോസ്പിറ്റലിനകത്താണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതുക. നമ്മുടെ ക്ലിനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്യുവാണെന്നും നമ്മൾ എല്ലാ ക്രൈറ്റീരിയാസും ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യുവാണ്. നമുക്ക് ആ സാക്ഷ്യപത്രം നൽകാൻ വേണ്ടി DMO വന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. DMO ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട റിക്വസ്റ്റ് ലെറ്ററിനോട് സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെയാണ്. പ്രൊവിഷൻ, നമ്മൾ കോളേജിൽ നിന്ന് കിട്ടുന്ന പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നമ്മുടെ രജിസ്ട്രേഷൻ്റെ കോപ്പി, അതുപോലെ നമ്മൾ റെൻ്റലാണെങ്കിൽ ആ റെൻറ്റിൻ്റെ എഗ്രിമെൻറ്റ്, വാടക ചീട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടി നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം DMO ഓഫീസിൽ നിന്ന് നമുക്കൊരു കോൾ ഉണ്ടാവും. വിത്തിൻ 1 week DMO നമ്മുടെ ക്ലിനിക് ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇൻഫോം ചെയ്യും. നമ്മൾ DMO ഓഫീസിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ ക്ലിനിക്ക് ഒരു 50% അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ എങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ക്ലിനിക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ സെറ്റാക്കിയിട്ട് മാത്രം നിങ്ങൾ DMO ഓഫീസിൽ പോയി DMOനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും നമ്മുടെ ഇൻറ്റീരിയേഴ്സും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണത്. DMO വെരിഫൈ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് വേണ്ട മെയിൻ ക്രൈറ്റീരിയാസ് ഒന്ന് ഇലക്ട്രിസിറ്റി വേണം, വേസ്റ്റ് ഡിസ്പോസൽ ചോദിക്കും, ഫിസിഷ്യൻ ക്യാബിൻ, അതുപോലെ എത്രത്തോളം പ്രൈവസി പേഷ്യൻസിനുണ്ട് എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ, അതുപോലെ മെഡിസിൻസ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, വാട്ടർ സപ്ലൈ, വേസ്റ്റ് ഡിസ്പോസൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്ന ക്രൈറ്റീരിയാസ്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ലെറ്ററിൽ എഴുതേണ്ട കണ്ടൻറ്റ് ഇതാണ്. നമ്മുടെ ക്ലിനിക്ക് ഏകദേശം ഈ ക്രൈറ്റീരിയാസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലേസിൽ നമ്മൾ ക്ലിനിക്ക് സെറ്റ് ചെയ്യുവാണെന്ന് നമ്മൾ അതിൽ എഴുതുമ്പോൾ അഡ്രസ്സ്, ക്ലിനിക്കിൻ്റെ അഡ്രസ്സ് എഴുതുക. നമ്മുടെ അഡ്രസ്സല്ല, ക്ലിനിക്കിൻ്റെ അഡ്രസ്സ് എവിടെയാണോ വിസിറ്റ് ചെയ്യേണ്ടത് അതാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ വാഷ്റൂം ഉണ്ടെങ്കിൽ ആ ഒരു വാഷ്റൂമും അവരത് നോക്കുന്നതാണ്. വാട്ടർ സപ്ലൈ എങ്ങനെയാണ്, അതുപോലെ കുടിവെള്ളം. ഞാനിവിടെ ക്യാനിൽ വെള്ളം എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ അവർ കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും DMO വരുമ്പോൾ. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ ഇപ്പോൾ എൻ്റെത് പഞ്ചായത്തിൻ്റെ കീഴിലായതുകൊണ്ട് ഹരിതകർമ്മ സേന അവരാണ് വന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്താലും മതി. DMO വരുമ്പോൾ നമ്മളത് കൺവേ ചെയ്യണം, നമ്മുടെ പ്ലാൻ അതാണ്, നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലിനിക്ക് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് മന്ത് തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ DMOൻ്റെ വിസിറ്റ് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കോള് വരും, നിങ്ങളുടെ സാക്ഷ്യപത്രം റെഡിയായി എന്ന് പറഞ്ഞിട്ടൊരു കോള് വരും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ്, ഒന്നെങ്കിൽ അവിടെ പോയി കളക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പോസ്റ്റ് വഴി നമുക്കത് അവർ അയച്ചു തരും. പോസ്റ്റ് വഴിയാണെങ്കിൽ 2 or 3 days എടുക്കും എന്ന് പറയും. നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് ഈ സ്പോട്ടിൽ പോയിട്ട് അത് കൈപ്പറ്റാവുന്നതാണ്. അത് കിട്ടിയാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് പ്രോസസ്സ് പഞ്ചായത്തിലാണ്. അപ്പം എൻ്റെ ക്ലിനിക്ക് വരുന്നത് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ്. കോർപ്പറേഷൻ ആണെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ പഞ്ചായത്തിലുള്ളവർക്കാണെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യപത്രം ബാക്കി നമ്മുടെ ഡീറ്റെയിൽസുമായിട്ട് പഞ്ചായത്തിൽ പോവുക. പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാനാണ് ഇങ്ങനെ ഒരു ഹോമിയോ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലൈസൻസിൻ്റെ പ്രൊസീജിയേഴ്സ് ആണെന്ന് പറയുമ്പോൾ അവർ തന്നെ നമുക്ക് ഗൈഡ് ചെയ്ത് തരും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അവിടെയാണ് നമുക്ക് ശരിക്കും ഒരു പേയ്മെൻ്റ് ഒക്കെ ഉള്ളത്. അവരൊരു പോർട്ടലിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് ലൈസൻസിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യും. കുറച്ച് പേയ്മെൻ്റ് ഉണ്ട്. എനിക്കായത് ഒരു 3000 റുപ്പീസോളമാണ് പഞ്ചായത്തിൽ നമുക്ക് അടയ്ക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീക്കിനകത്ത്, അതായത് ഒരു 5 days ഒക്കെ എടുക്കുള്ളൂ, നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു സ്കാൻ, ഒരു QR കോഡ് തരും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ലൈസൻസിൻ്റെ ആ ഒരു ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. വിത്തിൻ ഒരു 5 days or 1 week നമുക്ക് ആ പ്രോസസ്സും കഴിയും, നമുക്ക് ലൈസൻസ് കിട്ടും. പിന്നെ കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ ക്ലിനിക്കിൻ്റെ നെയിം നമ്മൾ നേരത്തെ ചൂസ് ചെയ്യാവോ, അതേ നമുക്ക് ഇഷ്ടമുള്ള നെയിം ഇടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്. ശരിക്കും എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തന്നെ എഴുതി കൊടുക്കാം. ഈവൻ സ്പെല്ലിംഗ് ആയാലും എല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള നെയിം തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചായത്ത് ലെവലിലാണ് നമ്മൾ ആ ഒരു നെയിം സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൻ്റെ നെയിം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് മെയിനായിട്ട് ലീഗലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അല്ലെങ്കിൽ പ്രൊവിഷൻ്റെ കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ കോപ്പി. ഇത്രയുമാണ് നമ്മൾ ഒരു ക്ലിനിക്കിൽ ആളുകൾ കാണുന്ന രീതിയിൽ, അതായത് ആർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് വെക്കുക. കുറച്ച് ബോണസ് ടിപ്സ് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിസിൻ നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ കേസിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ആയിരിക്കുമ്പോൾ തന്നെ മെഡിസിൻസ് എല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചു. നമ്മൾ മെയിൻലി നോക്കിയത് ശ്വാബ ഇന്ത്യയുടെ മെഡിസിൻസ് ആണ്. കുറച്ച് റേറ്റ് ഉള്ളതാണ്, പക്ഷെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ VHMS കഴിഞ്ഞ് ഇറങ്ങാറായ ആളുകൾക്ക് അവർ കുറച്ച് ഓഫേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റാർട്ടർ കിറ്റ്, അങ്ങനെ കുറച്ച് 50% ഓഫ്, 25% ഓഫ്, അങ്ങനെ കുറേ ഓഫേഴ്സ് പല കമ്പനീസും നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏത് കമ്പനിയുടെ മെഡിസിൻസ് ആണോ വേണ്ടത്, ആ ഓഫേഴ്സൊക്കെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് ചൂസ് ചെയ്യുക. മെഡിസിൻസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക. അതായത് നമുക്ക് ഒരു ക്ലിനിക്കിലത്തേക്ക് അത്ര എമൗണ്ടിൽ നമുക്ക് വേണ്ടി വരില്ല ആസ് എ ബിഗിനർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് അത് ഷെയർ ചെയ്ത് നിങ്ങൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഒരുമിച്ചുള്ളത് ആ ടൈമിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുക. നമ്മൾ ശ്വാബയുടെ സ്റ്റാർട്ടർ കിറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 5 ഡോക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മൾ ആ മെഡിസിൻസ് പർച്ചേസ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടിങ്ചേഴ്സ്, 30 potency, 200 potency, 1M potency, പിന്നെന്താ ഓയിൻമെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യമുള്ള ഓയിൽസ്, കോസ്മെറ്റിക് പ്രോഡക്ട്സ്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾ എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാം. ആദ്യമെല്ലാം ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് നോക്കുക. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിനിക്ക് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആളുകളുടെ നീഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഫ്യൂച്ചർ അത് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ പ്രോഡക്ട്സും ഉടനെ എടുത്ത് വെക്കേണ്ട. നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ കൂടുതലായിട്ട് ചിലവാകുന്നതായിരിക്കും നമുക്ക് പിന്നെ ആഡ് ഓൺ ചെയ്യേണ്ടി വരുന്നത്. ആ ലൊക്കാലിറ്റിയിൽ കാണുന്ന കേസസും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് സെറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ടാബ്ലറ്റ്സ്, അതുപോലെ ഗ്ലോബ്യൂൾസ് ഒക്കെ വാങ്ങിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. അത് നമ്മൾ ബൾക്കായിട്ട് എടുത്ത് വെക്കാതെ നമ്മൾ തീരുന്നതിനനുസരിച്ച് റീഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ എക്സ്പയറീൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട്. ബാക്കി നമ്മുടെ മെഡിസിൻസ് ഒന്നും കുഴപ്പമില്ല. നമുക്ക് 5 years+ അതിൻ്റെ ഡേറ്റ്
എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അത് സേഫ് ആയിരിക്കും. പിന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും സോപ്സ് അല്ലെങ്കിൽ ഷാംപൂ അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഡേറ്റും കൂടെ നോക്കുക. കാരണം അതും കുറച്ച് നാൾ നമ്മൾ ക്ലിനിക്കിൽ വെക്കുന്നതായിരിക്കും. അത് പേഷ്യൻ്റ് അനുസരിച്ചായിരിക്കും തീരുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും. സോ അതിൻ്റെയും ഒരു എക്സ്പയറി ഡേറ്റ് നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ഭയങ്കര ഹോപ്പായിട്ടായിരിക്കും നമ്മൾ ഒരു ക്ലിനിക്ക് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ രണ്ട് രീതിയിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. കാരണം ചിലർക്ക് ആ ഒരു ഏരിയ ഒട്ടും സ്യൂട്ട് ആവില്ല, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയ ഉടനെ നമ്മൾ ഒരുപാട് പേഷ്യൻസ് തിങ്ങി ഞെരുങ്ങി നിൽക്കും എന്നൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊരു ബിഗിനറാണ്, നമ്മളെ പറ്റി ആൾക്കാർ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമ്മളടുത്ത് വരുള്ളൂ. അപ്പോൾ അതിനൊരു ടൈം എടുക്കും. ആ ഒരു പേഷ്യൻസ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ആ ഒരു ടൈം എടുക്കും. അതിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലിനിക്കായാലും ഐ തിങ്ക് എല്ലാ സിസ്റ്റത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു കൈപുണ്യം അല്ലെങ്കിൽ എത്രത്തോളം അത് ക്യൂർ ആവുന്നു എന്നൊക്കെ നോക്കിയിട്ട് പേഷ്യൻസ് പിന്നെ വരുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ആ ഒരു ലാഗ് ഉണ്ടായിരിക്കും. അതിൽ ശരിക്കും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പേഷ്യൻസിനെ കിട്ടും. നമ്മൾ മാക്സിമം കേസ് നല്ലോണം എടുക്കുക, നല്ല മെഡിസിൻസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ മാക്സിമം പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ തന്നെ അഡ്വർടൈസ് ചെയ്യുക. നമ്മൾ കുറച്ചും കൂടി പൈസ കൊടുത്ത് ബാക്കിയുള്ളവരെ കൊണ്ട് അഡ്വർടൈസ് ചെയ്യുന്നതിനെക്കാട്ടിൽ നമ്മൾ തന്നെ കുറച്ച് നമ്മുടെ പോസ്റ്റേഴ്സ്, നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് ആളുകളിൽ എത്തിക്കുക. എസ്പെഷ്യലി വില്ലേജ് ഏരിയാസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലാണ്. ഞാൻ പഠിച്ചത് ഒരു സിറ്റി ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഉള്ള ആളുകളുടെ ഹോമിയോ ആ ഒരു വിശ്വാസമല്ല വില്ലേജ് ഏരിയയിലോട്ട് വരുമ്പോൾ. ഇവിടെ കുറച്ചും കൂടി ആളുകൾക്ക് ഹോമിയോ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറച്ചും കൂടി അറിവ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ടാസ്ക്കാണ്. കാരണം വില്ലേജ് ഏരിയാസിൽ നമ്മൾ അത് കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ പിക്സ് ഒക്കെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമ്മുടെ കരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഓരോ മെഡിസിൻ കൊടുക്കുമ്പോഴും നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. ഫെയിലേഴ്സ് ഉണ്ടാവാം, ആ ഫെയിലേഴ്സിൽ നിന്ന് പഠിക്കാം. എന്നാൽ മാത്രമേ നമ്മൾ സക്സസ്സിൽ എത്തുള്ളൂ. പിന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാനായിട്ട് നമുക്ക് വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു OP കാർഡാണ്. ഇതൊക്കെ നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ നെയിമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു OP കാർഡ് വേണം. പിന്നെ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ കാർഡ് വേണം. ഇതുപോലെ നിങ്ങളുടെ നെയിം, ലോഗോ, അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ കാർഡ് വേണം. നിങ്ങളുടെ നോട്ട് പാഡും ബിൽ ബുക്കും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ക്ലിനിക്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെയാണ് നമുക്ക് സീല് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ നെയിം വയ്ക്കുക, അതുപോലെ നമ്മുടെ നെയിമും നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡെസിഗ്നേഷനും കൂടെ വെച്ചിട്ട് നമുക്കൊരു സീൽ റെഡിയാക്കണം. പിന്നെ ക്ലിനിക്കിൽ നിങ്ങൾ ഫ്ലെക്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരു 15 days മുന്നേയെങ്കിലും, അല്ലെങ്കിൽ ഒരു 1 month മുന്നേ, അല്ലെങ്കിൽ 15 days മുന്നേയെങ്കിലും ഈ പ്രൊസീജിയർ ചെയ്യുക. കാരണം ഫ്ലെക്സ് ഇച്ചിരി ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊരു 15 days മുന്നേ നിങ്ങൾ സെറ്റ് ചെയ്യുക. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഒരു എക്സാമിനേഷൻ ബെഡ് വേണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ജനറലായിട്ട് എനിക്കൊരു ക്ലിനിക്കിനെ പറ്റി പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. എന്തായാലും തിയററ്റിക്കൽ നോളജിനേക്കാളും ഏറ്റവും വേണ്ടത് ഒരു ഡോക്ടറിന് പ്രാക്ടിക്കൽ നോളജ് തന്നെയാണ്. അപ്പോൾ അത് ഗെയിൻ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ മോർ ഹോമിയോ റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.